ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 2 കപ്പ് അളവിൽ ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് ഞുറുക്കി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിലാണ് മുരിങ്ങയില ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ദോശമാവിന് ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂണിലും താഴെ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇലക്കറികളൊക്കെയും കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത് കഴിച്ചോളും. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ദോശ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വളരെയധികം പോഷക ഗുണങ്ങളുള്ള നമ്മുടെ മുരിങ്ങയില കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. Thank you for watching.